എക്സാമിനർ ഫാമിലി, നമ്മുടെ ബോർഡ്സിന്റെ കൂടെ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ബാച്ചാണ് വീര ബാച്ച്. അപ്പൊ വീര ബാച്ചിലേക്ക് ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജെഇക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം നമ്മളുടെ വീര ബാച്ചിലേക്ക് മിസ് വെൽക്കം ചെയ്യാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് വീര ബാച്ച് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നതാണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് കാണാൻ പറ്റും. നമ്മുടെ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മിസ് ഇതാ ഇപ്പൊ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് മിസ് പറഞ്ഞു തരുന്നത്. ഇപ്പോ നമ്മൾ എക്സാമിനർ ആപ്പ് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ വെൽക്കം ദിൽഷാവിയർ എന്ന് കാണാം. അതിന് തൊട്ടപ്പുറത്തായിട്ട് നിങ്ങളുടെ ബാച്ച് ഏതാണ് എന്നാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ വീര ജെഇ പ്ലസ് സയൻസ് എന്നുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ മാറിയാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബോർഡ് എക്സാമിന്റെ ക്ലാസ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മളുടെ എന്തുണ്ട് ജെഇ ലെവൽ ഓഫ് ക്ലാസ് ഉണ്ടാവും. മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും ബോർഡ് എക്സാം ലെവൽ ഓഫ് ക്ലാസ് ഉണ്ടാവുക. ആൻഡ് സാറ്റർഡേയും സൺഡേയും 4 സെഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ജെഇയുടെ ക്ലാസ് ഉണ്ടാവുക. സോ അപ്കമിങ് ലൈവ്സ്, ഇനി നിങ്ങൾക്ക് വരാനുള്ള ലൈവ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ അപ്കമിങ് ലൈവ്സിലൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ +2 മാത്സിന്റെ ക്ലാസ്സും താഴെ ഉയരെ അല്ലെ കെമിസ്ട്രി സൊല്യൂഷൻസിന്റെ പാർട്ട് 2 നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്കമിങ് ലൈവിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ലൈവ് ഇൻ 27 അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക, ആ ലൈവ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇനി ഈ ലൈവുകളുടെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബോർഡ് എക്സാം ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതാ ഇവിടെ +2 ബയോളജി, +2 കെമിസ്ട്രി, +2 കമ്പ്യൂട്ടർ സയൻസ്, +2 ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, മാത്സ്, ഫിസിക്സ് എന്ന് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അത് ഇപ്പൊ +2 ഫിസിക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ബോർഡ് എക്സാം ലെവൽ ഓഫ് ക്ലാസ് ഓരോ ചാപ്റ്ററിന്റെ നെയിംസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ബോർഡ് എക്സാമിന്റെ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ദാസയുടെ അലക്സയുടെ ക്ലാസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതിന്റെ തൊട്ട് താഴത്ത് റെക്കോർഡഡ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ ലേണിംഗ് വീഡിയോസ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ചെറിയ ചെറിയ ടോപ്പിക്സിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പോയിട്ട് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് പഠിക്കാം. ഇനി അതിന്റെ തൊട്ട് താഴെ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ വർക്ക്ഷീറ്റ് ബോർഡ് എക്സാം ലെവൽ വർക്ക്ഷീറ്റ് ആണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഇവിടെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ. ഇനി അടുത്തതായിട്ട് താഴെ ഡെറിവേഷൻ ലിസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. CBSE കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രത്യേകം കോർണർ ഉണ്ട്, CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം എക്സാംസ് ടഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് സെലക്ടഡ് NCERT ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, NCERT ക്വസ്റ്റ്യൻസ്. പിന്നെ CBSE കോർണർ ഉണ്ട്, ചാപ്റ്റർ വൈസ് എക്സാംസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ജെഇ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ നിങ്ങൾ പോയാൽ മതി. അപ്കമിങ് ലൈവ്സിൽ ഓൾറെഡി ജെഇ ക്ലാസ് സാറ്റർഡേ സൺഡേസിൽ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി അതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടണമെങ്കിൽ ഏറ്റവും താഴെ 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. എൻട്രൻസ് കെമിസ്ട്രി, എൻട്രൻസ് മാത്സ്, എൻട്രൻസ് ഫിസിക്സ്. അപ്പൊ എൻട്രൻസ് ഫിസിക്സിൽ ഇപ്പൊ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓരോ ചാപ്റ്ററിന്റെ നെയിംസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കണ്ടോ. അതിൽ ബേസിക് ഫിസിക്സിന്റെ ക്ലാസ് നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിൽഷാമിസ് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, പക്ഷെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതിന്റെ തന്നെ നോട്ട് തൊട്ട് താഴെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഡൗൺലോഡ് നോട്ട്സ് ഹിയർ എന്ന് കാണാൻ പറ്റുന്നില്ലേ, അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ ആ എൻട്രൻസ് ക്ലാസ്സിന്റെ എന്ത് കിട്ടും, കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതേപോലെ തൊട്ട് താഴെ നോക്കൂ, DPP ഉണ്ട്, ജെഇയുടെ വർക്ക്ഷീറ്റ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ജെഇ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ആ വർക്ക്ഷീറ്റിലൂടെ കിട്ടുന്നത്. അപ്പൊ ആ ജെഇ വർക്ക്ഷീറ്റ് ഓരോ ചാപ്റ്ററിന്റെയും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് നേരത്തെ പോലെ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുക. കണ്ടോ, ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസ് വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നീറ്റിന്, അത് നീറ്റ് കുട്ടികൾക്കുള്ളതാണ്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജെഇ വർക്ക്ഷീറ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മളുടെ വീര ബാച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്. ആൻഡ് ടൈം ടേബിൾ കിട്ടാൻ വേണ്ടി തൊട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു നോ മോർ എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ കണ്ടില്ലേ +2 ജെഇ ബാച്ച് ടൈം ടേബിൾ എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും എന്ത് കാണാം, നമ്മളുടെ ടൈം ടേബിളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ അതായത്
വീര ബാച്ച് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ വർഷം നിങ്ങൾക്കറിയാം ജനുവരിയിലും അതേപോലെ തന്നെ ഏപ്രിലും നമ്മുടെ മെയിൻസ് എക്സാം വരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രീംസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.